എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മക്ലൂബാണ്. നല്ല അറബിക് ടേസ്റ്റിൽ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. നേരെ വീഡിയോയ്ക്ക് പോയാലോ. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണേ. തുടങ്ങാം. ചിക്കൻ മക്ലൂബ ഉണ്ടാക്കുന്നതിനായി 3/4 കിലോ വലിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രമോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് 5.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് അരി ഇളക്കുന്നത്. ഇതേ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 5.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അറബിക് മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വഴുതനങ്ങ, ഇപ്പോൾ വഴുതനങ്ങ 2 സൈഡും റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു തക്കാളി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ചിക്കൻ കഷ്ണങ്ങളെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ആവശ്യമുള്ളതാണ്. ഇനി ഈ പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബസുമതി റൈസ് 2.5 ഗ്ലാസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ വേവിച്ച വെള്ളം അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ സിമ്മിലിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യുന്നതിനായി ഇതിന് മേലെ ഒരു പരന്ന പാത്രം വയ്ക്കാം. അതിനുശേഷം ഇതിനൊന്ന് തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മക്ലൂബ നല്ല അടിപൊളി ടേസ്റ്റിൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.